കനത്ത മഴ തുടരുകയാണ് സംസ്ഥാനത്ത്. ജാഗ്രതാ നിർദ്ദേശവും അതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. 3 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചു. പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതോടുകൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കനത്ത മഴയും കാറ്റും തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂടാതെ മഴ കനക്കുന്നതിനാലും നദികളിലെ ജലനിരപ്പ് ഉയർന്നതിനാലും പൊതുജനങ്ങൾക്ക് അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് എന്നും അധികൃതർ നിർദ്ദേശം നൽകുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ നടപടികളും ഭാഗമായി ഇടുക്കി, അതുപോലെ തന്നെ തൃശൂർ, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും. അതുപോലെ തന്നെയാണ് അംഗനവാടി, മദ്രസുകൾ, ട്യൂഷൻ സെന്ററുകൾ, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര വിദ്യാലയങ്ങൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടാകുന്നില്ല. നഷ്ടപ്പെടുത്തുന്ന പഠന സമയം ഓൺലൈൻ ക്ലാസുകളിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെയോ ക്രമീകരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ ശ്രദ്ധിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കളക്ടർ എന്ന്. CBSE, അതുപോലെ തന്നെ ICSE, കേന്ദ്ര വിദ്യാലയങ്ങൾ, അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടാകില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ശക്തമായ മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ, മദ്രസുകൾ, അംഗനവാടികൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ലെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് വടക്കൻ ആന്ധ്രാപ്രദേശത്തിന്റെയും തെക്കൻ ഒഡീഷ തീരത്തിനും മുകളിലായി ഒരു ചക്രവാത ചുഴലി നിലനിൽക്കുന്നുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ സ്വാധീനത്താൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ജൂൺ 25, 28 വരെയുള്ള ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കൂടാതെ ജൂൺ 26 മുതൽ 28 വരെ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് ഇത്. നദികളുടെ ജലനിരപ്പ് ഉയരുന്നത് ഒരു വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. പ്രളയ സാധ്യത മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു എന്നതുകൊണ്ട് അപകട സാധ്യതയും കൂടുതലാണ്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് സംസ്ഥാന ജലസേചന വകുപ്പ് വയനാട് കബനി നദിയിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് പ്രളയ സാധ്യത മുന്നറിയിപ്പും കൂടി നൽകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് കർശനമായ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നദീതീരങ്ങളോട് ചേർന്ന് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ടതുമാണ്. അധികൃതരുടെ നിർദ്ദേശം അനുസരണം പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ തയ്യാറാവുകയും വേണം. മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു എന്നും പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ ജലസംഭരണിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. 3 ഷട്ടറുകളും തുറന്നു എന്നാണ്. അധിക ജലം പുറത്തേക്ക് ഒഴുകുന്നുണ്ട് എന്നും അധികാരികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗേറ്റ് നമ്പർ 1, 3 എന്നിവ 10 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. ഗേറ്റ് നമ്പർ 2 40 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ ജലനിരപ്പ് 192.00 മീറ്റർ ആണ്. മൂഴിയൂർ ജലസംഭരണിയിലെ പരമാവധി ജലനിരപ്പ് 192.63 മീറ്ററുമാണ്. റെഡ് അലർട്ട് സാഹചര്യം വരുന്നത് 190 മീറ്റർ ആകുമ്പോഴാണ്. ഈ സാഹചര്യത്തിൽ ആങ്ങമൂഴി, സീതത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നദിയിലെ ജലനിരപ്പ് ഉയർന്നിട്ടുമുണ്ട്. കക്കാട്ടാറിന്റെയും പ്രത്യേകിച്ച് മൂഴിയാർ ഡാം മുതൽ കക്കാട് പവർ ഹൗസ് വരെ ഇരുകരകളിലും താമസിക്കുന്നവരും പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. നദികളിൽ ഇറങ്ങുന്നത് ഈ സാഹചര്യത്തിൽ ഒഴിവാക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുകയും അതുപോലെ തന്നെ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യണം. ഈ സാഹചര്യം പ്രധാനപ്പെട്ട ഒന്നാണ് എന്നും
വ്യക്തമാക്കുകയുണ്ടായി. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ യാത്രകൾ ഒഴിവാക്കുകയും വേണം. ആവശ്യമെങ്കിൽ മാത്രം പുറത്തിറങ്ങുക എന്നും പറഞ്ഞിട്ടുണ്ട്. പുഴകളിലും തോടുകളിലും ഒരിക്കലും ഇറങ്ങരുത്. കാറ്റും മഴയും ശക്തമാകുമ്പോൾ മരങ്ങൾ കടപുഴക്കി വീഴാനുള്ള അതുപോലെ തന്നെ വൈദ്യുതി കമ്പികൾ പൊട്ടിവിടാനുമുള്ള സാധ്യതയുണ്ട്. അതിനാൽ അത്തരം അപകട മേഖലയിൽ നിന്നും മാറി നിൽക്കുക. വെള്ളം കയറാൻ സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അടുത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാകണം. ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അഗ്നിരക്ഷാ സേനയിലോ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലോ ബന്ധപ്പെടുക. ഈ മഴക്കാലത്ത് ഓരോ പൗരന്റെയും ജാഗ്രതയും സഹകരണവും അത്യാഹിതങ്ങൾ ഒഴിവാക്കുന്നതിൽ നിർണായകമാണെന്നും അറിയിച്ചിട്ടുണ്ട്.